ഫൈവ് സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പാൻ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാൻ കേക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. എല്ലാവരും ഇത് തയ്യാറാക്കണം. ഇത് സാധാരണ പാലിലാണ് എല്ലാവരും തയ്യാറാക്കുന്നത്. ഞാനിതിവിടെ തയ്യാറാക്കുന്നത് മോരിലാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് 2 കപ്പ് മൈദയാണ്. 240 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദയാണ് ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുക്കുക. 1-2 തവണ ഇതുപോലെ അരിച്ച് നല്ലതായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അതേ ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കുക. പഞ്ചസാര നല്ലവണ്ണം അലിയണമെന്നൊന്നുമില്ല, ചെറിയതായിട്ടൊന്ന് മെൽട്ടായാൽ മതി. മോരും കൂടെ ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അത് അലിഞ്ഞു വന്നോളും. ഇനി 2 കപ്പ് മോരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പുളിയില്ലാത്ത മോരാണ്. പുളിയുള്ള മോരാണെങ്കിൽ ചിലപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ പുളിപ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 2 മുട്ടയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഇതെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രം മതി. ബീറ്ററിൻ്റെ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് പഞ്ചസാരയും മുട്ടയും എല്ലാം നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ച മൈദ കുറേശ്ശെ ഇട്ട് പെരിയെ ഇളക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിയാലും മതിയാകും. സൈഡിൽ ഇരിക്കുന്ന മാവെല്ലാം എടുത്ത് നല്ലതുപോലെ പെരിയെ ഇളക്കുക. ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് ആ മാവെല്ലാം ഒന്ന് മിക്സായി വരുന്നത് വരെ മാത്രം ഇളക്കിയാൽ മതി. അതിനുശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി പാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടുന്നത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ബബിൾസ് ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തീ ലോ ഫ്ലെയിമിലോട്ടാക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് തീയിൽ മാത്രം പിന്നെ ചുട്ടെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ബാറ്ററിൽ വെള്ളം കുറവായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർക്കാവുന്നതാണ്. ഒരു ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി. പാൻ കേക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണിത്. ഇത് ഹണിയോ മേപ്പിൾ സിറപ്പോ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്കാണ്. കുട്ടികൾക്ക് ലഞ്ചിന് വേണമെങ്കിലും ഇത് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.